സിഹിറുമായി ബന്ധപ്പെട്ട് വിശദമായി മാലി സലഫിയോട് പറഞ്ഞു. നബിതങ്ങൾക്കെതിരെ ജൂതന്മാർ സിഹിർ ചെയ്തു. ഈ ഹദീസ് എടുത്താൽ അത് ളാലിമാകും, അക്രമിയാകും. നേരത്തെ മാലി സലഫി പറഞ്ഞു. അതല്ല, ഖുർആനിൽ പറഞ്ഞ മസ്ഹൂർ വേറെയാണ്, ഹദീസിൽ പറഞ്ഞ മസ്ഹൂർ വേറെയാണ്. ഖുർആനിൽ പറഞ്ഞ മസ്ഹൂർ ഒരാൾ നബിയെ പറ്റി പറഞ്ഞാൽ ഇന്നും ളാലിമാണ് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഹദീസ് പറഞ്ഞ മസ്ഹൂർ വേറെ, വിശദമായി പറഞ്ഞു. അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ അലി മദനിയോട് പറഞ്ഞെന്താ, നബിയെക്കുറിച്ച് 5 വിമർശനങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട്. അത് പറഞ്ഞ അക്രമികളായി മാറുന്ന പറയട്ടെ അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മാരണം ബാധിച്ചവൻ, ഗണിതക്കാരൻ, ഭ്രാന്തൻ, മാരണക്കാരൻ, കവി എന്നിങ്ങനെ പലതും അവർ പറയാറുള്ളതിനെ പറ്റിയാണ് 2ാമത്തെ വചനത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ഏതാ 2ാമത്തെ വചനം? ഉള്ളുർ കൈഫ ലറബൂ ലക്കൽ അംസാൽ ഫളല്ലു ഫലാ യസ്തതിഊന സബീല എന്ന് പറഞ്ഞതിൽ മാരണക്കാരൻ, മാരണം ബാധിച്ചവൻ, ഭ്രാന്തൻ, കവി, ജ്യോത്സ്യൻ, കാഹിന്, ഈ 5 ആരോപണങ്ങൾ പ്രവാചകനെ കുറിച്ച് പറഞ്ഞാൽ ഓന്റെ അവസ്ഥ വളരെ പോക്കാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുന്നത്, എടുത്തു പറയുന്നത്. ശരി തന്നെയാണ്. ഈ 5 ആരോപണം നബിയെ പറ്റി എന്ന് പറഞ്ഞാലും ഓന്റെ കാര്യം പോക്ക് തന്നെയാണ്, ഒരു സംശയവുമില്ല. അത് വിരുദ്ധമാണോ ഈ ഹദീസുകൾ? അല്ല. ചെറിയ ഉദാഹരണം പറയാം. അദ്ദേഹം പറഞ്ഞ ഒരു വിമർശനമാണെന്ത്? കവി എന്നുള്ളത്. നബി കവിയാണെന്ന് മുസ്ലിങ്ങൾ പറഞ്ഞു. അല്ല മറുപടിയും പറഞ്ഞു, വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗീ ലാ, വമാ അല്ലംനാഹു ശിഅറ, നാം പ്രവാചകർക്ക് കവിത പഠിപ്പിച്ചിട്ടില്ല. വമാ യംബഗീ ലഹു, അത് പ്രവാചകർക്ക് യോജിക്കുകയുമില്ല എന്ന് അല്ല മറുപടിയും പറഞ്ഞു. എന്നാൽ നബിതങ്ങൾ എവിടെങ്കിലും കവിത ചൊല്ലിയിട്ടുണ്ടോ? നബിതങ്ങൾ എവിടെങ്കിലും കവിത ചൊല്ലിയിട്ടുണ്ടോ? ഉണ്ട്, എല്ലാവരും സമ്മതിക്കും. ഈ ആയത്തിന്റെ തഫ്സീറിൽ പോലും കാണാം നബി ചൊല്ലി 5-6 കവിതകൾ. നബി ചൊല്ലിയപ്പോഴൊക്കെ തെറ്റീനാണ്. നബി കവിത ചൊല്ലിയപ്പോൾ തെറ്റി. ആദ്യ ഭാഗം അവസാന ഭാഗം ചൊല്ലി. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞ നബിയെ, നിങ്ങൾ റസൂൽ, എനിക്ക് കൂടുതൽ ഉറപ്പായി. അല്ലാഹ് പറഞ്ഞാണ് വമാ അല്ലംനാഹു ശിഅറ, അത് മനസ്സിലായി, നിങ്ങൾ ചൊല്ലിയപ്പോൾ തെറ്റല്ലോ എന്ന്. അപ്പൊ നബി കവിത ചൊല്ലി എന്ന് പറഞ്ഞാൽ കവിയാണെന്ന് വിമർശിക്കലാണോ? നബി പാട്ടുപാടി, ഖന്തഖ് യുദ്ധത്തിൽ കിടങ്ങി കുഴിക്കുമ്പോൾ നബി തങ്ങൾ പാട്ടുപാടി, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ എന്ന് നബി തങ്ങൾ പാട്ടുപാടി. ഈ ഹദീസ് എടുത്താൽ നബി കവി എന്ന് പറഞ്ഞ ആളായി മാറുമോ? ഇല്ല. അതാണ് സിഹിറിലുള്ളത്. നബി തങ്ങൾ കവിയാണോ? അല്ല. എന്നാൽ നബി തങ്ങൾ കവിത ചൊല്ലിയിട്ടില്ലേ? ഉണ്ട്. അപ്പൊ കവിത ചൊല്ലി എന്ന് പറഞ്ഞാൽ നബി കവിയാന്ന് പറയായില്ലേ? അപ്പൊ അക്രമിയാവൂലേ? ആവൂല. രണ്ടും രണ്ടാണ്. എന്ന പോലെ നബി സാഹിറല്ല, നബി മസ്ഹൂറല്ല. നബി സാഹിറല്ല, നബി മസ്ഹൂറല്ല. ഏതർത്ഥത്തില്? വഖാല അല്ലാലിമൂൻ ഇൻ തത്തബിഉന ഇല്ലാ റജുലൻ മസ്ഹൂറാ എന്ന് പറഞ്ഞ മസ്ഹൂറാണോ നബി? അല്ല. എന്നാൽ നബിക്ക് ജൂതന്മാർ സിഹിർ ചെയ്തു, അതിൽ ചില സ്വാധീനമുണ്ടായി, അള്ളാഹു ബാത്തിലാക്കി, അല്ല നബി രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ ആയത്തിനെതിരാവുക? ഒരിക്കലുമില്ല. അപ്പൊ അദ്ദേഹത്തിന് ഈ ആയത്തുകൾ മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ഹദീസുകൾ മനസ്സിലായിട്ടില്ല എന്നേ ഉള്ളൂ.